കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഷാബാസ് ഷെരീഫ് വധക്കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും ശിക്ഷ. രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 8 വർഷവും 9 മാസവും തടവും, 6ാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവും ശിക്ഷ വിധിച്ചു. മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി M. തുഷാറാണ് ശിക്ഷ വിധിച്ചത്. കേസിലെ 9 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. 1ാം പ്രതിക്ക് ഗൂഢാലോചന നടത്തിയതിന് 2 വർഷം, തടവിൽ പാർപ്പിച്ചതിന് 3 വർഷം, തെളിവ് നശിപ്പിച്ചതിന് 9 മാസം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ 8 വർഷം എന്നിങ്ങനെയാണ് ശിക്ഷ. 2ാം പ്രതിക്ക് ഗൂഢാലോചന 2 വർഷം, തട്ടിക്കൊണ്ടുപോകൽ 3 വർഷം, തടവിൽ പാർപ്പിക്കൽ 3 വർഷം, തെളിവ് നശിപ്പിക്കൽ 9 മാസം എന്നിങ്ങനെയാണ് ശിക്ഷ. 6ാം പ്രതിക്ക് ഗൂഢാലോചന 2 വർഷം, തടവിൽ പാർപ്പിക്കൽ 3 വർഷം, തെളിവ് നശിപ്പിക്കൽ 9 മാസം എന്നിങ്ങനെയാണ് ശിക്ഷ. 1ാം പ്രതി നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി വീട്ടിൽ ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതിയും ഷൈബിന്റെ മാനേജറുമായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ, 6ാം പ്രതിയും ഡ്രൈവറുമായിരുന്ന മുക്കട്ട നടുത്തൊടുക നിഷാദ് എന്നിവരെയാണ് മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താത്ത കേസിലെ ആദ്യ വിധിയാണിത്. അതിന്റെ വിധി പൂർണ്ണമായിട്ടും പഠിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വിധി പറഞ്ഞിട്ട് വിധിന്റെ കോപ്പി കിട്ടിയിട്ടില്ല. കോപ്പി കിട്ടിയതിന് ശേഷമേ പറയാം. പക്ഷെ പ്രാഥമികമായിട്ട് പറയാനുള്ളത് അപ്പീല്, സ്റ്റേറ്റ് അപ്പീല് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊരു പഠിച്ചിട്ടുള്ള മറുപടിയല്ല. അത് മുഴുവൻ അതിൻ്റെ ഇത് പരിശോധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അപ്പീൽ കൊടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ട ഒരു വിധിയാണ്. ഇതിൽ വിചാരണ കാലയളവ് ശിക്ഷാ വിധിയായിട്ട് ആ ശിക്ഷ ഇവര് ജയിലിൽ കഴിഞ്ഞ കാലയളവ് ശിക്ഷയുടെ ഇതിൽ ഇളവ് ചെയ്ത് അത് പരിഗണിക്കണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. സാധാരണ കേസിൽ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ചെറിയ ശിക്ഷയായി മാറാറുണ്ട്. പ്രോസിക്യൂഷന്റെ വിജയം തന്നെയാണ്. അതെ, ഇതിൽ എന്താ വെച്ചാൽ അത് ഒരു കോടതിയുടെ വിധിയുണ്ട്. 14 വർഷത്തിൽ കൂടുതൽ ഈ കോൺസിക്യൂട്ടീവായിട്ട് വരാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ അത് കൺകറൻ്റായിട്ട് ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്പോൾ മറ്റതിൽ ഏറ്റവും കൂടിയ ശിക്ഷ ഏതാണോ ആ ശിക്ഷ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ശിക്ഷ അനുഭവിച്ചാൽ മതി. മറ്റൊക്കെ സാങ്കേതികമാണ്. മറിച്ച് ഇതിൽ വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് 1ാം പ്രതിക്ക് 13 വർഷവും 9 മാസവും എന്നുള്ള രീതിയിൽ വരുന്നത്. അതൊരു ഈ കേസിൻ്റെ ഗുരുതര സ്വഭാവവും കേസിൻ്റെ മൊത്തം പരിശോധിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുള്ളതും ആ രീതിയിലുള്ള ഒരു കടുത്ത ശിക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ രീതിയിൽ കേരള പോലീസിനെ സംബന്ധിച്ച് നല്ലൊരു വിധിയായിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യം പൂർണ്ണമായ ജഡ്ജ്മെൻറ്റ് കണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള നടപടികൾ എന്ത് ചെയ്യുന്ന ലീഗൽ ഒപ്പീനിയൻ കൂടി മേടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഡയറ ഓഫീസിനോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെയ്യും. പ്രതീക്ഷിച്ച് തന്നെയാണ്. ഒത്തിരി ആൾക്കാർക്ക് 9 പേരെ വെറുതെ വിടുന്നു, 3 പേർക്ക് ശിക്ഷ. അത് ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം പറയുന്നതാവും നല്ലത്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ്. ഏതായാലും ഈ ഒരു വിധി വന്നാലും ശരി, തെളിവുകൾ ശരിക്കും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കോടതി അത് കൺസിഡർ ചെയ്ത് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്ത തെളിവുകൾ മൊത്തം അതേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ നോക്കും. 15 പ്രതികളുള്ള കേസിൽ 7ാം പ്രതി നൌഷാദിനെ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. 14ാം പ്രതി ഫാസിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെ കഴിഞ്ഞ വർഷം മരിച്ചു. 15ാം പ്രതി നിലമ്പൂർ മുക്കട്ട പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ഷമീം എന്ന പൊരി ഷമീമിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. 2019 ഓഗസ്റ്റ് 1 മൂലക്കുരു ചികിത്സയുടെ രഹസ്യം ചോർത്താൻ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ മൈസൂരിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന മുക്കട്ടയിലെ ഷൈബിന്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും 2020 ഒക്ടോബർ 8 കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. ഷാബാസ് ഷെരീഫിന്റെ ഭാര്യ, മക്കൾ, പേരക്കുട്ടി, സഹോദരൻ എന്നിവരുൾപ്പെടെ 80 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.